ഹലോ ഹായ് നമസ്കാരം. പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശ്യാമളേജിയുടെ ഡാൻസും ഏട്ടൻ്റെ പാട്ടും മാമൻ്റെ ആങ്കറിങ്ങും എല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇത് നമ്മുടെ വല്യമ്മേൻ്റെ വീട്ടിലെ കല്യാണമായിരുന്നു. അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലെ ഫാമിലിയുടെ കല്യാണമായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഫാമിലി കല്യാണം. ഇത് നിമ്മി പല വീഡിയോകളിലും മിസ്സായ ആളാണ് കേട്ടോ നിമ്മി. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൽമേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൽമേച്ചിൻ്റെ അനിയത്തിയാണ്, കുട്ടപ്പേട്ടൻ്റെ അനിയത്തിയാണ്. നിമ്മി ഞാനും +1 +2 ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. നിമ്മീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നിമ്മി ഫുഡ് കൊണ്ടുവരുമ്പം ഏറ്റവും കൂടുതൽ അവളുടെ ഫുഡ് മുഴുവൻ ഞാനാണ് കഴിച്ചു തീർത്തിയത്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്, ഓർമ്മകളിലേക്ക് പോവാണ്. ഇത് അമ്മയുടെ അനിയത്തി ശ്യാമളാൻറ്റി, ശ്യാമളാൻറ്റി മോള് നിമ്മി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രജീഷേൻ്റെ കല്യാണമാണ്. വിളിക്കില്ല എന്ന് വിചാരിച്ചൊരു കല്യാണമായിരുന്നു. പക്ഷേ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ദൂരത്ത് കല്യാണം കഴിച്ച് കൊണ്ടുപോയതുകൊണ്ട് ഇവിടുത്തെ ഫംഗ്ഷൻസൊക്കെ എപ്പോഴും മിസ്സാവുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷേ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ടില്ലെങ്കിൽ ദൂരെയുള്ള എന്നെ എല്ലാ കല്യാണവും എല്ലാവരും വിളിക്കാറുണ്ട്. അതെന്നെ വലിയൊരു സന്തോഷമാണ്. അതിലുപരി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു സ്നേഹവും എല്ലാവരോടും സംസാരിക്കുന്ന ആ ഒരു രീതി ആയിരിക്കാം തിരിച്ചും എന്നെ എല്ലാവരും അംഗീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി ആയിരുന്നു, വേഗം പോയി കഴിച്ചു. കാരണം പിന്നെ ആകുമ്പോൾ തിരക്കായിരിക്കും. അധികം ഞാൻ നിമ്മീൻ്റെ അടുത്താണ് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇരിക്കാറ്. കാര്യം അവളങ്ങനെ കഷ്ണമൊന്നും കഴിക്കാറില്ല, എപ്പോഴും നമുക്ക് കഷ്ണം ഇട്ടാറുണ്ട്. പക്ഷേ ഇത് ആവശ്യം അനുസരിച്ച് നമുക്ക് തിന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കാര്യം കഴിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴാണ് ഇങ്ങനെ മേക്കപ്പ് ഇടാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചന്തയൊക്കെ ഉണ്ട് തോന്നുന്നു. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. പിന്നെ ശ്യാമളേൻ്റെ സോമ്പപ്പൻ, അച്ഛൻ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി, ഏട്ടൻ, പള്ളേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, ലാൻഡ് ചെയ്തിരുന്നു. നല്ലൊരു ഫംഗ്ഷനായിരുന്നു. അമ്മേൻ്റെ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്, വല്യമ്മേൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയിലാണ് കേട്ടോ കല്യാണം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കസിൻസിനൊന്നും കല്യാണമില്ല. കുറച്ച് പേർക്ക് മാത്രമേ കല്യാണ ഫംഗ്ഷൻസ് ഉള്ളൂ. ആൻറ്റിമാർ കുറച്ച് പേര് മാത്രമേ ഇന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. നാളെയാണ് ബാക്കിയുള്ളവരൊക്കെ വരിക കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ നമ്മൾ കാണിക്കുമ്പോൾ ഏകദേശം പറഞ്ഞുതരാവേ. പിന്നെ ഇത് അമ്മയുടെ ചേച്ചി, പിന്നെ എൻ്റെ അനിയത്തി, ചേച്ചി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വൈബായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയോ. എനിക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ഫാമിലീസിൽ കല്യാണസാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കല്യാണ സീസൺ ഏകദേശം ഇനിയിപ്പം അങ്ങോട്ട് കല്യാണം ഇല്ല. ഈ സെപ്റ്റംബറൊക്കെ അങ്ങനെ കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ഫാമിലി തന്നെ കല്യാണങ്ങളൊക്കെ വരട്ടെ. ഇത് അമ്മയുടെ ചേച്ചി വല്യമ്മ കേട്ടോ. ഇത് ആശി വല്യമ്മേൻ്റെ മോൻ്റെ മോളാണ്. അതായത് എൻ്റെ ഏട്ടൻ്റെ മോളുമാണ്, എൻ്റെ ചേച്ചീൻ്റെ മോളുമാണ്. കാരണം അവർ രണ്ടുപേരും എൻ്റെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും കല്യാണം കഴിച്ച് മാമൻ്റെ മോളും വല്യമ്മേൻ്റെ മോനും ഒരുമിച്ചായിട്ട് കല്യാണം കഴിച്ചു. പക്ഷേ അവർ രണ്ടുപേർക്ക് എന്താ പറഞ്ഞുതരാം, അവർ രണ്ടുപേരും കസിൻസാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ സോമ്പപ്പൻ, ശ്യാമളാൻറ്റി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സമയം നമ്മൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏച്ചിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ശിലക്ക് കുറച്ച് കളിക്കാൻ കൂട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ അവിടെ ട്രിവാൻഡ്രത്തെ പോലെ ഇവിടെ വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നോക്കിയാലും സൗണ്ടുകളും ഒച്ചപ്പാടുകളും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വോയിസ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പാട്ടും എൻജോയ് ആണ്. ഓരോ മെലഡി സോങ്സും മാമൻ്റെ അവതരണവും എല്ലാം കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചിയും എല്ലാവരും കൂടെയുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസും വ്ളോഗ് എടുക്കാനും പിന്നെ അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ അരുണേട്ടൻ്റെ പാട്ട് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരുക്കത്തിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് വേഗം 2 പാട്ട് വേഗം പോകണം. നമ്മുടെ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ആകുമ്പോൾ നമുക്കങ്ങനെ വാഹനങ്ങളും കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഓട്ടോയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശിലമോൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും പറയാറുണ്ട് അച്ഛനമ്മയും കലാകാരന്മാരായതുകൊണ്ട് ശിലയ്ക്കും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ച് വരുമ്പോഴേക്കും ഇതാ ശൈലമാമന് അവതരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശിലമോൾ ഡാൻസ് നമ്മൾ വേറെ ഒരു മെലഡി സോങ്ങിനാണ് ശില ഡാൻസ് കളിക്കുന്നത്. അവർക്ക് ഏത് പാട്ടൊന്നുമില്ല, ഏത് പാട്ടിനും അവൾ ഡാൻസ് ചെയ്യും. അതാണ് അവൾ. അപ്പോൾ അവൾ ഡാൻസും കാര്യങ്ങൾക്ക് ആസ്വദിച്ച് ഫോട്ടോ വീഡിയോ എടുക്കുമ്പോഴേക്കും അരുണേട്ടനെ ആങ്കർ ചെയ്തിട്ട് മാമൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പം നമുക്ക് മാമൻ്റെ അവതരണവും അതുപോലെ അരുണേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരും. ഒപ്പം നമ്മുടെ ശ്യാമളേൻ്റെ ഡാൻസ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് എൻജോയ് ഡിസ്കോ ഡാൻസർ എന്ന സൂപ്പർ സിനിമയിലെ ഡിസ്കോ ഡാൻസർ എന്ന ഗാനവുമായിട്ട് അരുൺ കലബാൻ നമ്മളുണ്ട്. നല്ല കൈ കൊടുത്ത എല്ലാവരും ഓരോ ഗാനം കഴിയുമ്പോൾ നല്ല കൈയടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ പരിപാടി വിജയിക്കുക. ഓക്കെ, താങ്ക് യു. I'm
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഞാൻ ട്രിവാൻഡ്രക്കാരാണ്. പക്ഷെ ട്രിവാൻഡ്രത്ത് കിട്ടാത്ത വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ മലബാർ മേഖലയിൽ സ്ഥിരം വരുമ്പോൾ എനിക്ക് കിട്ടാറ്. പക്ഷെ ഇന്ന് അത്ര എനർജി പോരാ. പക്ഷെ എനിക്ക് വേണ്ടി കളിച്ച ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ. അവർക്ക് ഒത്തിരി നന്ദി ആദ്യമേ അറിയിക്കുന്നു. താങ്ക് യു. വീണ്ടും തിരിച്ചു വരാം. അടിപൊളി ഗാനങ്ങളൊക്കെ കേൾക്കാം. കേട്ടതല്ല മാധുര്യമുള്ളത്, ഇനി കേൾക്കുവാൻ പോകുന്നത് അതിമാധുര്യമുള്ളത്. അടുത്ത മനോഹരമായ മലയാള സിനിമ ഗാനത്തിലെ മനോഹരമായ ഗാനവുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നു മോസിയെ സ്നേഹപൂർവ്വം. നല്ലൊരു കൈ കൊടുത്ത് മോസിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുക. അരുണിൻ്റെ പാട്ടും ആൻറ്റിയുടെ ഡാൻസും മാമൻ്റെ അവതരണമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ പാട്ടുകളും ഒക്കെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അരുണേട്ടന് ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അരുണേട്ടൻ്റെ പാട്ടുണ്ട്. അരുണേട്ടൻ ഒരു ഫീമെയിലിൻ്റെ കൂടിയാണ് പാടിയത്. വേറൊരു ടീമാണ് കേട്ടോ. അരുണേട്ടൻ്റെ ടീമൊന്നും അല്ല പാടാൻ വന്നത്. പക്ഷേ എങ്കിലും അരുണേട്ടൻ സിംഗായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി നല്ലോണം സപ്പോർട്ടായിട്ട് കൂടെ പാടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ ആസ്വദിക്കുമായിരുന്നു. ഞങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ അരുണേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നന്നായിട്ട് പാടാൻ പറ്റുമോ. അതിന് മെയിൻ കാര്യം ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ കേസ്, ഒന്നിക്ക് ഞാൻ അല്ലെങ്കിൽ മോള്, ഇതാ ഇപ്പം അച്ഛൻ, ഓപ്പറേഷൻ എല്ലാം കൊണ്ട് നമുക്കറിയാം. നമുക്ക് ഒരു കലാകാരന്മാരാകുമ്പോൾ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു വേദിയും നന്നായിട്ട് പാടാൻ പറ്റുക. പക്ഷേ അരുണേട്ടൻ ഒരുപാട് ടെൻഷനും കൊണ്ട് നടക്കുന്ന ആളാണ്, എൻ്റെ കാര്യത്തിലും അച്ഛൻ്റെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ ആ ഒരു ടെൻഷൻ വെച്ച് അരുണേട്ടൻ പാടാൻ പറ്റുമോ, നന്നാവോ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ഏട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു കലാകാരന് വേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസ്. ഇതാണ് നമ്മുടെ മുല്ലേച്ചി കേട്ടോ. മാമൻ്റെ മോളാണ്. മൂത്ത ഒരു മോനാണ്. എൻ്റെ അനീഷേട്ടൻ്റെ താഴെയുള്ളതാണ് വാവി ചേച്ചി. പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഷിൽജ. വിശ്വനാഥൻ. ബൈ.